കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അഡീഷൻ ഓഫ് ഇന്റീജേഴ്സ് ആയിരുന്നു പഠിച്ചിരുന്നത്. അഡീഷൻ ഓഫ് ഇന്റീജേഴ്സിന്റെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്, കുറയ്ക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ അഡീഷൻ ഓഫ് ഇന്റീജേഴ്സ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഈ വീഡിയോ അഡീഷൻ ഓഫ് ഇന്റീജേഴ്സ് കാണാതെയാണ് വരുന്നതെങ്കിൽ പാർട്ട് 1 ആയ അഡീഷൻ ഓഫ് ഇന്റീജേഴ്സ് കണ്ടതിന് ശേഷം മാത്രം സബ്ട്രാക്ഷൻ ഓഫ് ഇന്റീജേഴ്സ് കാണേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുകയുള്ളൂ. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി അഡീഷൻ ഓഫ് ഇന്റീജേഴ്സ് പഠിക്കുക. അതിനുശേഷം സബ്ട്രാക്ഷൻ ഓഫ് ഇന്റീജേഴ്സ് കാണാവുന്നതാണ്. സബ്ട്രാക്ഷൻ ഓഫ് ഇന്റീജേഴ്സ്. നമ്മൾ സബ്ട്രാക്ഷൻ ഓഫ് ഇന്റീജേഴ്സിലേക്ക് കയറുന്നതിന് മുൻപ് മീനിങ് ഓഫ് മൈനസ് സൈനെ കുറിച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മൈനസ് സൈൻ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്പോസിറ്റ് എന്ന ഒരു അർത്ഥത്തിലേക്കാണ്. അതായത് നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. -5 കിലോമീറ്റർ നോർത്ത്. മൈനസ് എന്നൊരു ചിഹ്നം ഇവിടെ കിടക്കുന്നത് കൊണ്ട് ഓപ്പോസിറ്റ് ആയ മീനിങ് എടുക്കണം. നോർത്തിലേക്കല്ല, സൗത്തിലേക്കാണ് 5 കിലോമീറ്റർ. ഗേവ് -7 to ഫീസ്. മൈനസ് എന്ന സൈൻ കിടക്കുന്നത് കൊണ്ട് ഗേവ് അല്ല, കൊടുക്കുകയല്ല, ബ്രോഡ് വാങ്ങുകയാണ് ചെയ്യുന്നത് 7 to ഫീസ്. ഇനി ഡിപ്പോസിറ്റഡ് റുപ്പീസ് -500. ഇവിടെ -500 എന്ന് വന്നതുകൊണ്ട് -500 എന്ന് വന്നുകൊണ്ട് ഡിപ്പോസിറ്റ് അല്ല, വിഡ്രോയാണ്, നിക്ഷേപിക്കുകയല്ല, പിൻവലിക്കുകയാണ് ചെയ്യുന്നത് 500 റുപ്പീസ്. -10 കിലോമീറ്റർ ഈസ്റ്റ്. ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് ഈസ്റ്റ് അല്ല, ഓപ്പോസിറ്റായ വെസ്റ്റ് ആണ്, കിഴക്കോട്ടല്ല പടിഞ്ഞാറോട്ടാണ് 10 കിലോമീറ്റേഴ്സ്. സബ്ട്രാക്ട് -50. മൈനസ് എന്ന് കിടക്കുന്നത് കൊണ്ട് സബ്ട്രാക്ട് അല്ല, കുറയ്ക്കുകയല്ല ചെയ്യുന്നത്, ആഡ് 50 കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് നേരെ തിരിച്ചും അറിയാം. സബ്ട്രാക്ട് 45നെ നമുക്ക് ആഡ് എന്ന് കൊടുക്കാം, പക്ഷെ 45ന് പകരം -45 ആണ് ആഡ് ചെയ്യേണ്ടത്. മീനിങ് ഓഫ് നെഗറ്റീവ് സൈൻ എന്നൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനിയും മനസ്സിലാകാതെയുള്ളവര്, നെഗറ്റീവ് സൈനെ കുറിച്ച് കൂടുതൽ എക്സാമ്പിൾ ആവശ്യമുള്ളവര് ആ വീഡിയോ കണ്ട് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സബ്ട്രാക്ഷൻ ഓഫ് ഇന്റീജേഴ്സ് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. നമുക്കിനി സബ്ട്രാക്ഷൻ ഓഫ് ഇന്റീജേഴ്സിലേക്ക് പോകാം. സബ്ട്രാക്ട് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ടു സബ്ട്രാക്ട് ആൻ ഇന്റീജർ. സബ്ട്രാക്ട് ചെയ്യുന്നതിന് നമുക്ക് ഒരേ ഒരു റൂളേ ഉള്ളൂ. ചേഞ്ച് ദി സൈൻ ഓഫ് ദി നമ്പർ വിച്ച് വി വാണ്ട് ടു സബ്ട്രാക്ട്. ആദ്യമായിട്ട് തന്നെ ഏത് സംഖ്യയാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത് അതിൻ്റെ ചിഹ്നം എന്ത് തന്നെ ആയാലും, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, ആ സൈൻ ചേഞ്ച് ചെയ്യുക. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുക, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക. ചേഞ്ച് ദി സൈൻ, ആഡ് ദി ഇൻറ്റീജേഴ്സ് ബൈ യൂസിങ് ദി അഡീഷൻ റൂൾസ്. എന്നിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന ഇൻറ്റീജേഴ്സിൻ്റെ അഡീഷൻ്റെ റൂൾസ് മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആദ്യം അഡീഷൻ കണ്ടതിന് ശേഷം സബ്ട്രാക്ഷനിലേക്ക് വരിക. അഡീഷൻ റൂൾ അനുസരിച്ച് അവ ആഡ് ചെയ്യുക. അതായത് നമ്മൾ 2 കാര്യമാണ് ചെയ്യുന്നത്. ഏത് സംഖ്യയാണോ സബ്ട്രാക്ട് ചെയ്യുന്നത് അതിൻ്റെ സൈൻ എന്താണോ അത് ചേഞ്ച് ചെയ്യുക. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുക, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക. അതിനുശേഷം സബ്ട്രാക്ഷന് പകരം അഡീഷൻ ചെയ്യുക. സബ്ട്രാക്ഷൻ ഓഫ് ഇന്റീജേഴ്സിൽ നമ്മൾ സബ്ട്രാക്ട് അല്ല ചെയ്യുന്നത്, അഡീഷൻ ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. +4 -+7. 4ൽ നിന്ന് സബ്ട്രാക്ട് +7. ഇവിടെ ഞാൻ പോസിറ്റീവ് ഇന്റീജേഴ്സിനെ സൂചിപ്പിക്കാനായിട്ട് പച്ച നിറത്തിലുള്ള ബ്ലോക്കുകളും നെഗറ്റീവ് ഇന്റീജേഴ്സിനെ സൂചിപ്പിക്കാനായിട്ട് ചുവപ്പ് നിറത്തിലുള്ള ബ്ലോക്കുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. +4 -+7. ഇനി നമ്മുടെ റൂൾ അനുസരിച്ച് സബ്ട്രാക്ട് നമ്മൾ ചെയ്യുന്നില്ല, ആഡാണ് ചെയ്യുന്നത്. +4 പ്ലസ് ഏത് സംഖ്യയാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത് അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്തു വരുന്നു. ഇവിടെ +4 ആയിരുന്നു, അത് -7 ആയി എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പറിൻ്റെ കളർ ചേഞ്ച് ചെയ്തു, സൈൻ ചേഞ്ച് ചെയ്തു, സബ്ട്രാക്ഷന് പകരം അഡീഷൻ ആക്കി. ഇനി നമ്മൾ അഡീഷൻ റൂൾസ് പഠിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക. ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇവിടെ 7 എണ്ണം ഉള്ളൂ. 7ൽ നിന്ന് 4 എണ്ണം സബ്ട്രാക്ട് ചെയ്യുക, ബാക്കിയുള്ളത്
3 അത് നെഗറ്റീവാണ്. അതുകൊണ്ട് ആൻസർ -3. ആഡ് ചെയ്യാനാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത എക്സാമ്പിൾ +4 -7. പോസിറ്റീവ് 4 മൈനസ് -7. നമുക്ക് സബ്ട്രാക്ഷൻ ഇല്ല, അഡീഷൻ ആണ്. +4 പ്ലസ് അഡീഷൻ സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പറിന്റെ സൈൻ ചേഞ്ച് ആയി. അതായത് നമ്മൾ അതിന്റെ കളർ ചേഞ്ച് ചെയ്തു, ആഡ് ചെയ്തു. ഇനി +4ഉം +7ഉം ഒരേ സൈൻ ആയതിനാൽ നമുക്ക് അഡീഷൻ റൂൾ അനുസരിച്ച് അവ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ +11 എന്ന ആൻസർ കിട്ടുന്നു. അടുത്ത എക്സാമ്പിൾ -5 +8. നെഗറ്റീവിനെ സൂചിപ്പിക്കാൻ റെഡ് കളർ -+8. ഇനി സബ്ട്രാക്ട് ചെയ്യുന്നില്ല, ആഡ് ചെയ്യുന്നു, സൈൻ ചേഞ്ച് ചെയ്യുന്നു. സൈൻ ചേഞ്ച് ആൻഡ് ആഡ്, ചിഹ്നം മാറ്റി കൂട്ടുന്നു. കളർ ചേഞ്ച് ചെയ്തു, ആഡ് ചെയ്യുന്നു, ചിഹ്നം മാറ്റി കൂട്ടുന്നു. ഇപ്പോൾ രണ്ടും നെഗറ്റീവാണ്. നെഗറ്റീവ് സംഖ്യ 2 നമ്പറും നെഗറ്റീവ് ആയതിനാൽ ഒരേ ചിഹ്നമായതിനാൽ ആഡ് ചെയ്യുന്നു, വലിയതിൻ്റെ ആഡ് ചെയ്ത് അതേ സൈൻ ഇടുന്നു. -5 -6. -5 -6. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ നോക്കുന്ന വഴിയെ ചാടി ആൻസർ ഗസ് ചെയ്ത് എഴുതരുത്. സബ്ട്രാക്ഷൻ ആണ് എങ്കിൽ അത് അഡീഷൻ ആക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. -5 പ്ലസ് -6 +6 ആയി. കുറയ്ക്കേണ്ടതിൻ്റെ ചിഹ്നം മാറ്റി കൂട്ടി. ഇനി ഇപ്പോൾ രണ്ടും വ്യത്യസ്തമായ ചിഹ്നങ്ങളാണ്. നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം. ആഡ് ചെയ്യാനാണ് സബ്ട്രാക്ട് ചെയ്യുന്ന ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ. വലുതിൽ നിന്നും 5 കുറച്ച്, 5 ചെറുതായിരുന്നു, 5 കുറച്ച് വലുതിൻ്റെ സൈൻ ഒരെണ്ണമാണ് അവശേഷിച്ചിരിക്കുന്നത്. വലുതിൻ്റെ സൈൻ പോസിറ്റീവാണ്, +1. ഇനി മിക്കവാറും സമ്മിൽ നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും ഒന്നിച്ചുണ്ടായിരിക്കും. ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒന്നിച്ചുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. To solve problems including addition and subtraction together. First step, convert all the subtraction to addition by changing the sign of the number which we want to subtract. Subtract ചെയ്യുക എന്ന ഒരു പ്രോസസ്സ്, ഒരു ഓപ്പറേഷനെ നമ്മൾ ചെയ്യുന്നില്ല. സബ്ട്രാക്ട് ചെയ്യേണ്ടതിൻ്റെ അതിനെയെല്ലാം സൈൻ ചേഞ്ച് ചെയ്തുകൊണ്ട് അഡീഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായിരിക്കണം ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ്. സബ്ട്രാക്ട് ചെയ്യാൻ എവിടെയെങ്കിലും മൈനസ് സൈൻ കിടപ്പുണ്ടെങ്കിൽ, അതായത് ഇൻറ്റീജറിൻ്റെ ചിഹ്നമല്ല, സബ്ട്രാക്ട് എന്ന മീനിങ്ങിൽ ഒരു നമ്പർ കിടപ്പുണ്ടെങ്കിൽ ആ സബ്ട്രാക്ഷനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അഡീഷൻ ആക്കണം. എങ്ങനെയാണ് അഡീഷൻ ആക്കുന്നത്? ഏതാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത് ആ സബ്ട്രാക്ഷന് ശേഷം വരുന്ന നമ്പറിന്റെ ചിഹ്നം എന്താണോ അത് മാറ്റിയതിന് ശേഷം ആഡ് ചെയ്യണം, കൂട്ടണം. കുറയ്ക്കേണ്ടതിന്റെ ചിഹ്നം മാറ്റി കൂട്ടണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കുറയ്ക്കേണ്ടതിന്റെ ചിഹ്നം മാറ്റി കൂട്ടണം. ആഡ്, സൈൻ ചേഞ്ച് ആൻഡ് ആഡ്. സെക്കൻഡ്, ആഡ് ഓൾ ദി ഇൻറ്റീജേഴ്സ് ഓഫ് ദി സെയിം സൈൻ. ഇനി നമ്മൾ അഡീഷൻ റൂൾസിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ചിഹ്നങ്ങളുള്ള 2-ലധികം നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരേ ചിഹ്നമുള്ള നമ്പേഴ്സ് ആണ് എങ്കിൽ അത് ആഡ് ചെയ്യുക. ഒരേ ചിഹ്നമുള്ള നമ്പേഴ്സ്, ഇനി നമ്മൾ അഡീഷൻ റൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരേ സൈനിലുള്ള നമ്പേഴ്സ് ആദ്യം ആഡ് ചെയ്യുക. അപ്പോൾ 2 നമ്പേഴ്സ് ആയിട്ട് നമുക്ക് വീണ്ടും ആൻസർ കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് സബ്ട്രാക്ട് ദി സ്മോളർ നമ്പർ ഫ്രം ദി ബിഗർ നമ്പർ ആൻഡ് ഗീവ് ദി ബിഗർ നമ്പേഴ്സ് സൈൻ. ഇതായിരുന്നു. നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. -5 -4 +-3. ഇവിടെ നമുക്ക് ഒരു സബ്ട്രാക്ഷൻ ഉണ്ട്. -5 -4, 2 നമ്പർ മൈനസ് ആണ്, +3. ഇവിടെ ഒരു സബ്ട്രാക്ഷൻ ഉണ്ട്. സബ്ട്രാക്ഷൻ മാറ്റി അതിനെ ആഡ് ചെയ്യുക, അഡീഷൻ ആക്കുക. സബ്ട്രാക്ഷൻ മാറ്റി അഡീഷൻ ആക്കുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യണം. സൈൻ ചേഞ്ച് ആൻഡ് ആഡ്, ചിഹ്നം മാറ്റി കൂട്ടുക. +3യുടെ ചിഹ്നം മാറിയിട്ടില്ല, അതിന് കാരണം അത് അഡീഷനാണ്, കൂട്ടാനുള്ളതാണ്. ഇനി അഡീഷന്റെ റൂൾസ് അപ്ലൈ ചെയ്യുക. അതായത് സൈൻ ചേഞ്ച് ചെയ്തു, നമ്മൾ അഡീഷനിലേക്ക് മാറ്റി. ഇനി ഒരേ സൈനുള്ള നമ്പേഴ്സ് ഇവിടെ 2 എണ്ണമുണ്ട്, +4ഉം +3യും. ഒരേ സൈൻ ചിഹ്നമുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുക. അഡീഷന്റെ റൂളിൽ ആദ്യം ചെയ്യേണ്ടത് അതാണ്. അതായത് -5 +7 എന്ന് കിട്ടും. ഇനി ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവുമാണ്. അടുത്ത റൂള് 2 ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക.
+2 എന്ന് ആൻസർ കിട്ടും. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 2 മൈനസ് -4 പ്ലസ് +3 -2. ഇവിടെ 2വിന് ഞാൻ ചിഹ്നം കൊടുത്തിട്ടില്ല. കാരണം 2വിൻ്റെ ചിഹ്നം അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ അത് പോസിറ്റീവാണ്. ഇവിടെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്, ഒരു നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്, അത് സബ്ട്രാക്ഷൻ ഉള്ളത് ആണ്. ഒരു ചിഹ്നമേ നൽകിയിട്ടുള്ളൂ എങ്കിൽ അത് അഡീഷനെയോ സബ്ട്രാക്ഷനെയോ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. പ്ലസ് ആണെങ്കിൽ പ്ലസ് എന്നും മൈനസ് ആണെങ്കിൽ സബ്ട്രാക്ഷൻ ആണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ചിഹ്നങ്ങൾ നമ്പറിനോട് ചേർത്ത് ഒന്നുകിൽ മുകളിൽ എഴുതുകയോ അല്ലെങ്കിൽ രണ്ട് ചിഹ്നങ്ങൾ ചേർത്ത് എഴുതിയതിനു ശേഷം നമ്പറിനോട് ചേർന്നുള്ള ചിഹ്നം ബ്രാക്കറ്റിൽ ഇടുകയോ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അഡീഷൻ ആണോ അതോ നമ്പറിന്റെ സൈൻ ആണോ എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാം. ഒരു ചിഹ്നം മാത്രം കൊടുത്താൽ അത് അഡീഷനെയും സബ്ട്രാക്ഷനെയും കൂട്ടാനും കുറയ്ക്കാനുമാണ്. അത് നമ്പറിന്റെ ചിഹ്നം അല്ല. നമ്പറിന്റെ ചിഹ്നം അവിടെ പോസിറ്റീവ് ആയിരിക്കും. ചിഹ്നം ഒന്നുമില്ലാത്തതിനാൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്കിനി ഇതിന്റെ കാൽക്കുലേഷനിലേക്ക് പോകാം. ഇവിടെ രണ്ട് സംഖ്യകൾ സബ്ട്രാക്ഷൻ, രണ്ടിടത്ത് സബ്ട്രാക്ഷൻ ഉണ്ട്. അത് രണ്ടും അഡീഷൻ ആക്കണം. അഡീഷൻ ആക്കുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്യണം. അതായത് സബ്ട്രാക്ട് ചെയ്യുന്ന രണ്ടെണ്ണത്തിന്റെയും സൈൻ ചേഞ്ച് ചെയ്ത് സബ്ട്രാക്ഷന് പകരം അഡീഷൻ ആക്കണം. ഇനി അഡീഷൻ വന്നു കഴിഞ്ഞാൽ റൂള് ഒരേ സൈന് ആദ്യം ആഡ് ചെയ്യണം. ഇവിടെ 2ന് സൈൻ ഇല്ലെങ്കിൽ പോസിറ്റീവ്, 4 പോസിറ്റീവ്, 3 പോസിറ്റീവ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കിട്ടും. ഇനി ഇവിടെ നമുക്ക് ഒരു കാര്യം അറിയാം. ഇവിടെ +2 ഉണ്ടായിരുന്നു, ഇവിടെ -2 ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് 0 ആയി കിട്ടുന്നതാണ്. അപ്പോൾ അഡീഷൻ മാത്രം ഉള്ള ഒരു സ്റ്റെപ്പിൽ ഒരു നമ്പർ പോസിറ്റീവും അതേ നമ്പർ തന്നെ നെഗറ്റീവും ഉണ്ട് എങ്കിൽ അവ രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ഈ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യം ഇല്ല. പകരം നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് +4 +3 എന്നുള്ളത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് 7 + 7 എന്ന ആൻസർ ലഭിക്കാവുന്നതാണ്. ഒരേ നമ്പർ ശ്രദ്ധിച്ചോണം, എല്ലാം അഡീഷൻ തന്നെ ആയിരിക്കണം. എല്ലാ സ്റ്റെപ്പുകളും അഡീഷൻ ആയതിനു ശേഷം ഒരേ നമ്പർ പോസിറ്റീവും നെഗറ്റീവും വന്നാൽ അവ രണ്ടും ക്യാൻസൽ ചെയ്യാം. അത് 0 ആയി ഓട്ടോമാറ്റിക്കലി 0 ആയിക്കൊള്ളും. ബാക്കിയുള്ള നമ്പേഴ്സിന്റെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്താൽ മതിയാവും. ഒരു എളുപ്പ വഴിയാണ്, ഒരു എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. 25 -18 +37 -64. ഇവിടെ രണ്ട് നമ്പേഴ്സ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനായിട്ടുണ്ട്. ആ രണ്ടെണ്ണവും നമുക്ക് അഡീഷനിലേക്ക് കൂട്ടുന്നതിലേക്ക് കൺവേർട്ട് ചെയ്യാം. 25 അധികം -18 +18 ആയി, 37 മൈനസ് ഉള്ളത് പ്ലസ് ആയി, അപ്പോൾ 64 മൈനസ് ആയി. സൈൻ ചേഞ്ച് ആൻഡ് ആഡ്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇതിൻ്റെ അകത്ത് ഒരേ സൈനുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 25-ഉം 18-ഉം 37-ഉം പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഒരേ സൈനുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാം. ആൻസർ 25 + 18 + 37 80 എന്ന ആൻസർ കിട്ടുന്നു. ഇനിയുള്ളത് -64. ഇനി രണ്ടും വ്യത്യസ്തമായ ചിഹ്നമാണ്. അതുകൊണ്ട് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നമായ പ്ലസ് സൈൻ ഇടണം. ഇവിടെ പ്ലസ് സൈൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം പോസിറ്റീവായി ചിഹ്നമില്ലാത്ത നമ്പേഴ്സ് പോസിറ്റീവായി പരിഗണിക്കുന്നതാണ്. ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. -35 + 28 -37 -43. ഇവിടെ രണ്ട് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യാനുണ്ട്. സബ്ട്രാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സിന്റെ നമുക്ക് അഡീഷനിലേക്ക് മാറ്റണം. കൂട്ടാനായി കുറയ്ക്കാനുള്ള ചിഹ്നം ആഡ് ചെയ്യാനായിട്ട് കൂട്ടാനായിട്ട് പോകണം. -35 + 28 +37 -43. ഇവിടെ 43ക്ക് ചിഹ്നമില്ലായിരുന്നു, ആകെ ഒരു ചിഹ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സബ്ട്രാക്ഷന് വേണ്ടിയുള്ളതാണ്. 43 പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ നെഗറ്റീവായി. ഇനി എന്ത് ചെയ്യണം? ഒരേ സൈനുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യണം. 35-ഉം 43-യും ഒരേ സൈനാണ്. അതുകൊണ്ട് നമുക്ക് അത് രണ്ടും നെഗറ്റീവാണ്, ആഡ് ചെയ്യാം. 35 + 43 78 എന്ന് കിട്ടി. ഇനി 28-ഉം 37-ഉം പോസിറ്റീവ് നമ്പേഴ്സാണ്, അവയും ആഡ് ചെയ്യാം. 28 + 37 65. 78-ന്റെ ചിഹ്നം നെഗറ്റീവാണ്. നെഗറ്റീവ് 78 അധികം 65. ഇനി എന്ത് ചെയ്യണം? രണ്ടും വ്യത്യസ്തമായ ചിഹ്നമാണ്, അതുകൊണ്ട് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. നമുക്ക് 13 എന്ന ആൻസർ കിട്ടി. 13ന്റെ ചിഹ്നം വലുതിന്റെ ചിഹ്നമാണ്, 78ന്റെ ചിഹ്നമാണ്, അതുകൊണ്ട് -13 എന്ന ആൻസർ കിട്ടും. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. -37 + 28
മൈനസ് 37 മൈനസ് 43. രണ്ട് സംഖ്യകൾ സബ്ട്രാക്ട് ചെയ്യാനുണ്ട്. നമുക്കത് രണ്ടും ആഡ് ചെയ്യാനായിട്ട് മാറ്റാം. മൈനസ് 37 പ്ലസ് 28 പ്ലസ് 37 സൈൻ ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്യുക. പ്ലസ് 43 മൈനസ് 43 ആയി. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ മൈനസ് 37 ഇനി അഡീഷൻ മാത്രമേ ഉള്ളൂ. അഡീഷൻ മാത്രമുള്ളപ്പോൾ ഇവിടെ മൈനസ് 37 പ്ലസ് 37 ഉണ്ട്. ഒരേ സംഖ്യകൾ ഉണ്ടായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവ രണ്ടും ക്യാൻസൽ ചെയ്യാം. പിന്നീട് നമുക്ക് അവശേഷിക്കുന്നത് 28 പ്ലസ് മൈനസ് 43 മാത്രമാണ്. വ്യത്യസ്തമായ ചിഹ്നമാണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. 15 എന്ന് കിട്ടുന്നു. വലുതിന്റെ ചിഹ്നം നെഗറ്റീവാണ്. അതുകൊണ്ട് മൈനസ് 15 ആയിരിക്കും ആൻസർ. സബ്ട്രാക്ഷൻ ഓഫ് ഇൻറ്റീജേഴ്സിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. അതായത് സബ്ട്രാക്ഷൻ ഓഫ് ഇൻറ്റീജേഴ്സിന് ഒരൊറ്റ റൂളേ ഉള്ളൂ, ചേഞ്ച് ദി സൈൻ ആൻഡ് ആഡ്. ചിഹ്നം മാറ്റി കൂട്ടുക. ഏത് സംഖ്യയാണോ കുറയ്ക്കേണ്ടത്, മൈനസ് നെഗറ്റീവ് സൈനിന് ശേഷം വരുന്ന അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ചിഹ്നത്തിന് ശേഷം വരുന്ന സംഖ്യയുടെ ചിഹ്നം മാറ്റിയതിന് ശേഷം കൂട്ടുക. ചേഞ്ച് ദി സൈൻ ആൻഡ് ആഡ് എന്നാണ്. അതിനൊറ്റ റൂളേ ഉള്ളൂ, അതാണ് ചെയ്യേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യാവുന്നതാണ്.